വെക്കലുണ്ണിയേ കൊണ്ടൊക്കെ കൊണ്ടൊക്കെ നിങ്ങളായതുകൊണ്ട് പിന്നെ ഞാൻ പോണത് കൊല്ലാൻ. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൊല്ലങ്കോടാണ്. പ്രകൃതി ഭംഗി കൊണ്ട് സമ്പുഷ്ടമായ നമ്മുടെ സ്വന്തം കൊല്ലങ്കോട്. നെൽപ്പാടങ്ങളും നാട്ടുവഴികളും ഗ്രാമപ്രദേശങ്ങളും ഓലമേഞ്ഞ വീടുകളും ഒരു പക്കാ ഗ്രാമം. നമ്മുടെ യാത്ര നെല്ലിയാമ്പിൽ നിന്നും ഇറങ്ങി നേരെ പിന്നെ വരുന്നത് കൊല്ലങ്കോട്ടേക്കാണ്. ഇരു സൈഡിൽ വയലുകളും മുകളിലേക്ക് നോക്കിയ മലകളുമാണ് ഇവിടുത്തെ കാഴ്ച. പഴയ പടങ്ങളിലുള്ള വഴികളാണ് നമ്മളിവിടെ കാണുന്നത്. വേലികളും ഓല കൊണ്ട് നിർമ്മിച്ച അതിരുകളുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ നേരെ ചെന്ന് കയറുന്നത് പാടത്തേക്കാണ്. ഇരു സൈഡിൽ പാടങ്ങളാണ്. റോഡ് വളരെ മോശമാണ്. ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് റോഡ് ഇങ്ങനെ ആയതിൽ ഭയങ്കര സങ്കടമുണ്ട്. പൊട്ടിപ്പൊളഞ്ഞ റോഡുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ സൈക്കിളിൽ യാത്ര തുടരുകയാണ്. ഇന്നലെ ഞാൻ കിടന്നത് ഒരു പെട്രോൾ പമ്പിലായിരുന്നു. ഭയങ്കര ക്ഷീണം. പോകുന്ന വഴിയിൽ ഇതേപോലത്തെ ചായക്കടകളും ഓലമേഞ്ഞ വീടുകളും പിന്നെ ഇവിടെ കുറേ തെരുവ് നായ്ക്കളുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ചില നായ്ക്കൾ വീട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മളെ ഓടിക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടിരുന്ന ചെമ്പരത്തിയും ചെണ്ടുമല്ലിയൊക്കെ ഇവിടെ ധാരാളം. അങ്ങനെ ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി വരമ്പത്ത് കൂടെ ഒന്ന് നടന്നു. ഒരു ചേട്ടൻ തെങ്ങുമ്മ കയറി തേങ്ങ ഇടുന്നുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്ന് അവിടെ എത്തി. അങ്ങനെ ചേട്ടൻ തിളപ്പ് ഉപയോഗിച്ചിട്ടാണ് കയറുന്നത്. അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ബോഡിയാണ്, ഭയങ്കര ഫിറ്റാണ്. ആളേതെങ്കിലും ന്യൂസ് ചാനലിൽ ആളുടെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൾ തെങ്ങിലും പനയിലൊക്കെ ചെത്താൻ കയറുന്നതിൻ്റെ വീഡിയോസൊക്കെ. എക്സ്പീരിയൻസിൻ്റെ ഇതിലാന്ന് തോന്നുന്നു. ഭയങ്കര സ്പീഡാണ്. വേഗം കയറിയിട്ട് തേങ്ങ ഇട്ടിട്ട് വേഗം ഇറങ്ങുള്ളൂ. അങ്ങനെ ചേട്ടനെ കൊണ്ട് ഞാൻ ഈ ബൈസെപ്സൊക്കെ ഒന്ന് പിടിപ്പിച്ചു. ഇതാണ് ബോഡി. തെങ്ങിൻ തോപ്പിനോട് ചേർന്ന് ഒരു കുളമുണ്ട്. ഇപ്പോൾ തേങ്ങ നേരെ വീണത് കുളത്തേക്കാണ്. എന്നിട്ട് അവരത് അവസാനം ഇത് നോക്കിയേ, ഒരു തള്ളയാടിൻ്റെ പാല് കുടിക്കുന്ന 2 കുട്ടിയാടുകൾ. ഈ വീട്ടിൽ കുറേ ആടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ആടിന് തീറ്റാൻ പോണത് 2 നായ്ക്കളാണ് ഒപ്പം പോണത്. റോഡിലാകെ ആട്ടുംകാട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഒന്ന് ഈ നായയാണ്, ഒന്ന് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഒരു നായ. ഈ 2 നായകൾ എപ്പോഴും ആടിനെ തീറ്റാൻ പോകും. ഇത് കണ്ടില്ലേ വഴികളൊക്കെ നോക്കി എന്ത് രസമാണ്. വേലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗേറ്റ് വരെ ഒരു പ്രത്യേകതയാണ്. പക്ക ഒരു ഗ്രാമം. ഇവിടെ കൂടുതൽ ആട് കൃഷി കൂടുതലാട്ടോ. പശുവിന് അധികം കുറവാണെങ്കിൽ പോലും ആടുണ്ട് ഇഷ്ടം പോലെ. വഴി നോക്ക് എന്ത് രസമാണ്. നേരെ വീടിൻ്റെ ഒക്കെ ബാക്ക് സൈഡിൽ നല്ല വ്യൂസാണ്. കാരണം മലയും ആ ഒരു മേഘപ്പാളികളൊക്കെ കാണാം കോടയൊക്കെ ഇറങ്ങിയിട്ട്. അങ്ങനെ അവിടുന്ന് ഒരു ഉള്ളിലേക്കുള്ളൊരു വഴിയിലേക്ക് കയറി. ഭയങ്കര മോശമാണ് റോഡ്. അങ്ങനെ ചവിട്ടി അങ്ങനെ നമ്മൾ നേരെ താമരക്കുളത്തെത്തി. ഏതാ ഭംഗി. എല്ലാം ഉണ്ട്. മല, വീട്, പാടം. എന്ത് രസമാണ്. ഇവിടെ എൻട്രൻസ് ഫീസ് 20 രൂപയാക്കിയിട്ട് കേട്ടോ. പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കാരണം നേരത്തെ രാവിലെ എണീറ്റാണ് പോയത്. 7 മണി ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അത് കാരണം അവിടെ ടിക്കറ്റൊന്നും വേണ്ട. ഞാൻ നേരെ കയറി എന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത്
നല്ല രസമാണ്. അതായത് വരമ്പൊക്കെ ഒരു നീട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ ഫീസൊക്കെ വെച്ചല്ലോ, പിന്നെ ഫോട്ടോഷൂട്ട് നടക്കലുണ്ട്, പിന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പ്. അവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു ആന, പിന്നെ ഈ ഒരു ജസ്റ്റ് ഇരിക്കാൻ പോലെ സെറ്റപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊല്ലങ്കോടിൻ്റെ മെയിൻ ഹൈലൈറ്റ് സ്ഥലങ്ങളിലൊന്നാണിത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വരുമ്പോൾ ബംഗാളികളൊക്കെ ഈ റോഡ് പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒരു അത്ഭുതം പോലെ. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണത്, എക്സ്പെഷ്യലി ഈ ഭാഗം. ഇവിടുത്തെ വയലിൻ്റെ ഭംഗി വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കൊല്ലങ്കോട് വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരണം. പിന്നെ സൈഡിലൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്, പക്ഷെ വളർന്നിട്ടില്ല. ചെറിയ ചെറിയ ചെടികൾ, കാരണം കുറച്ചും കൂടി വളർന്ന് നല്ല ഭംഗിയുണ്ടാവും. കാരണം പൂവൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് കൊല്ലങ്കോട്. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഏറുമാടുണ്ട്. ഇതാണ് ഏറുമാടത്തിൻ്റെ മുകളിലത്തെ വ്യൂ. അമ്പോൾ എന്ത് രസമാണ്. കാരണം ഞാൻ നേരത്തെ എണീറ്റാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അതിൻ്റേതായൊരു ഭംഗി വേറെ തന്നെ ഉണ്ട്. മലനിരകൾ നോക്കിയാൽ അവിടുന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിയിരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, സ്കൂൾ ബസ് പോണ് മലയ്ക്ക് താഴെ. എന്താ ഭംഗി, അത് നേരിട്ട് കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. കാരണം കുട്ടികളൊക്കെ നമുക്ക് ടാറ്റ തരും. ഇതാണ് പാടത്തേക്ക് വരുന്ന എൻട്രൻസ്. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, പക്ഷെ ഞാൻ വരുമ്പോഴത്തേക്കും തുറന്നിട്ടില്ല. ഞാൻ ഏകദേശം 7 മണി 7 ആകുമ്പോഴത്തേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ അമ്മാമ്മ, ഭയങ്കര ഫേമസാണ്. മുപ്പരാൾ തന്നെ പറയുന്നുണ്ട്, എന്നെ എല്ലാവരും ഫോട്ടോ എടുത്ത് ഭയങ്കര ഫേമസ് ആക്കി, എല്ലാവർക്കും അറിയപ്പോൾ എന്നെ എന്നൊക്കെ. ഭയങ്കര സന്തോഷത്തിൽ. ചേച്ചിയും തൊട്ടപ്പുറം ചേച്ചിയൊക്കെ അവിടെ കച്ചവടം നടത്തുന്നുണ്ട്. സ്കൂൾ ബസ് കുട്ടികളെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു പോകണ വഴിയാണ്. ഇവിടെ ഒരു ചേട്ടൻ മീനായിട്ട് വന്നുള്ളൂ, കരിമീൻ, കട്ട്ള, പിന്നെ പുഴ മീനുകൾ കുറേ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള മീൻ, അത്യാവശ്യം വലിപ്പമുണ്ട്. ചേട്ടൻ അല്ലാതെ നമുക്ക് എടുത്ത് കാണിച്ചു തന്നു. നല്ല സ്വഭാവമാട്ട ആൾക്കാരുടെ. ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനുകളാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ മീനുകൾ. ഇനി നമ്മൾ നേരെ പോണത് വെള്ളച്ചാട്ടം കാണാനാണ്. ആനിറങ്ങുന്ന സ്ഥലമാട്ടാ. മറ്റേ കറണ്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടെ കുറേ മാങ്ങത്തോട്ടം ഉണ്ട് കേട്ടോ. അവിടെ വെള്ളച്ചാട്ടത്തിന് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. വേറെ വഴി വന്നിട്ടാണ് നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. ഇതിൻ്റെ മെയിൻ എൻട്രൻസൊക്കെ അവിടെ പണി നടക്കുകയെന്ന് പറഞ്ഞത്. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഏരിയ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. സൈക്കിളിൻ്റെ ഔട്ട് ഇങ്ങനെ വന്ന് ഒന്ന് കാല് കഴിഞ്ഞ് മുഖം കഴിഞ്ഞ് കിട്ടുന്ന സുഖം അതൊരു വേറെ തന്നെ. അതിൻ്റെ അടിയിൽ കൂടെ വീണ്ടും പോയാലും ഇതുപോലെ തന്നെ വേറൊരു വഴിയുണ്ട് കേട്ടോ. ഇതാണിത്. അങ്ങനെ വരുന്ന വഴിയിൽ ഞാൻ ചായ കുടിക്കാൻ ഇവിടെ കയറി. നല്ല അടിപൊളി കേട്ടോ, നല്ല ദോശയും കാപ്പിയും കുടിച്ചു. ഇവിടെ നമ്മൾക്ക് ഫുഡ് എത്ര വേണമെങ്കിലും എടുത്തിട്ട് പറഞ്ഞാൽ മതി, ഇതൊക്കെയാണ് ഞാൻ കഴിച്ചതെന്ന്. അങ്ങനെ പൈസ കൊടുത്താൽ മതി. കേട്ടോ. കടയുടെ ഒരു വ്യൂ നോക്കി, എന്ത് രസമാണ്. ഇത് കണ്ടില്ലേ, ആ ചെക്കൻ പിടിച്ചോണ്ടിരുന്ന നായ എന്നെ കടിക്കാൻ വന്ന് ബാക്കിൽ തന്നെ വന്നു. ആ ചെക്കൻ വന്നായിരുന്നു കേട്ടാ. ചെറുതാന്ന് പറഞ്ഞിട്ടില്ല, ഭയങ്കര സാധനം. അവൻ്റെ വീട്ടിലത്തെയാണ്. അവൻ നല്ല കൂളായിട്ട് പിടിച്ച് എന്നെ നേരെ വീട്ടിൽ കൊണ്ടുപോയി. ഇവിടെ എല്ലാ വീട്ടിലും നായുണ്ട്. എത്ര നായ എന്നെ കടിക്കാൻ വന്ന്, 5-6 നായ്ക്കളായി കടിക്കാൻ വരുന്നേ. ഇത് കണ്ടില്ലേ, ഫുള്ള് മാങ്ങയുടെ ഒരു തോട്ടാണ്.
അപ്പോൾ വലിയ ഹൈറ്റൊന്നും ഇല്ല കേട്ടോ, സുഖമായിട്ട് നമുക്ക് കയ്യെത്തിച്ച് പൊട്ടിക്കാൻ പറ്റുന്നൊരു തോട്ടം. ഫുള്ള് ഏക്കർ കണക്കിനുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇതാ അവിടെ നിന്നുണ്ട് കോൺക്രീറ്റ് റോഡുണ്ട്. ഞാൻ വേറെ ഉൾവഴി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കയറും ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ സൈഡിൽ കുറേ പാറകൾ കൂട്ടിയിട്ട പോലെ ഉണ്ട്. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ അമ്മാവനെ കണ്ടു, ഒന്ന് വർത്താനം പറഞ്ഞു. മൂപ്പരാൾ ഭയങ്കര സംസാരിക്കും കേട്ടോ നന്നായിട്ട്. ഇതൊക്കെ ആ ഭാഗം കേട്ടാ, ആ അമ്മാമ്മൻ്റെ വീടിൻ്റെ ആ ഭാഗം തന്നെയാണ്. ജസ്റ്റ് എടുത്തു. ആ പാടത്ത് ആടിനെ തീറ്റാവുന്നുണ്ടായിരുന്നു ചേച്ചിമാർ. ചെക്കന്മാർ ഇതാ ലോൺ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ നേരത്തെ കണ്ട സ്കൂൾ ബസ് ഇതാ വീണ്ടും പോകുന്നുണ്ട്. രാവിലെ ആയ കാരണം കണ്ട പാലുമണ്ടി നോക്കിയേ. നമ്മൾ പഴയ പടങ്ങളിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് പാലായിട്ട് വരുന്നത്. ഇത് കണ്ട ഒരു ചെറിയ ഷോപ്പ്. പിന്നെ നമ്മളിങ്ങനെ മെല്ലെ കയറി ചവിട്ടി ഇങ്ങനെ പോവുക. വെയിലൊന്നുമില്ല കാരണം രാവിലെ തന്നെ നേരത്തെ കാരണം ഇങ്ങനെ മെല്ലെ ചവിട്ടാം, ആസ്വദിച്ച് മെല്ലെ മെല്ലെ കാണാം. ഒരു വഴി ജസ്റ്റ് തിരിഞ്ഞ് ഏതാ ഒരു പാൽക്കാരൻ വണ്ടി പോകുന്നുണ്ട്. ഇതവിടെ ഒരു ചെറിയ ജംഗ്ഷൻ പോലെ. ഇവിടുത്തെ മീൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ പുഴ മീനുകളാണ് കൂടുതലും. അവിടെ തന്നെ വെട്ടിയിട്ട് ഇങ്ങനെ പീസാക്കി കൊടുക്കുന്നുണ്ട്. 2 പേരാണ്, ഒന്ന് ഒരു ചെറിയ ചെക്കനാണ്, ഒന്നൊരു ചേട്ടനാണ്. ആ ചേട്ടന്മാർ പിടിച്ചിട്ട് ഇവർ വീടിൻ്റെ സൈഡിൽ തന്നെ, വീടിനോട് ചേർന്നിട്ടാണ് ഇവരിത് വെട്ടിക്കൊടുക്കുന്നത്. അതിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് മീനുകൾ. അപ്പോൾ ആവശ്യക്കാർ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് കേട്ടോ, കാരണം ഫ്രഷാണ് ഇതൊക്കെ. ഈ ചേട്ടൻ പറഞ്ഞത് എല്ലായിടത്തും പോയിട്ട് മീൻ പിടിക്കുന്നു. ഈ ചേട്ടൻ എല്ലായിടത്തും പോയിട്ട് മീൻ പിടിക്കുന്ന പറഞ്ഞത്. ഡെയിലി ഈ കരാറ് പോലെ പോയിട്ട് പിടിക്കും. പിന്നെ കുളത്തുനിന്ന് ചൂണ്ടിട്ടിട്ട് വലട്ടിട്ട് ഡാമിൽ മുങ്ങി തപ്പിയിട്ട് എല്ലാ തരത്തിലും മൂപ്പരാളൊരു പുലിയാണ്. അതുപോലെ തന്നെ ഭയങ്കര സ്പീഡിൽ കട്ട് ചെയ്യുകയും ചെയ്യും. അതൊരു ചെറിയ ചെക്കുണ്ടാവും, എന്താ അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നു. അവിടെ ഒരു ചെക്കുണ്ട ക്ലീനിങ്ങിലാണ്, ക്ലീനിങ് ആക്കിയിട്ട് ആ ചേട്ടന് കൊടുക്കും ആൾ. അങ്ങനെ അതും കണ്ട് ഒരു എണ്ണക്കടിയിൽ കയറി 2 പരിപ്പ് വടയും മസാല ബോണ്ടിയും കഴിച്ചു. അപ്പോൾ ആളിങ്ങനെ ചോദിച്ചറിഞ്ഞു എവിടെ നിന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ തൃശ്ശൂരിൽ നിന്ന് സൈക്കിൾ ഔട്ടി വരുന്നതാണ്. അപ്പോൾ ഒരാൾക്കൊരു അതിശയം. അപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൊള്ളാച്ചിക്ക് കൂടി പോകണം. അപ്പോൾ എന്നാൽ വീട്ടിലെത്തിയാൽ ഞാൻ പറയും നാളെയും കൂടി ഉള്ളത് കഴിഞ്ഞു. ഞാൻ ആ സാധനമൊക്കെ കഴിച്ചു. പോണ വഴിയിലൊരു മയിലിനെ കണ്ടു. സൈക്കിൾ മേട്ട ചവിട്ടിയിട്ട് ഇങ്ങനെ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് ഈ പോണത്. അങ്ങനെ കിട്ടുന്ന വീഡിയോസാണ്, അതിൻ്റേതായ പരിമിതി ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. ഭയങ്കര ഫേമസ് ആണ് ഈ കട. അതുപോലെ തന്നെ നല്ല ഓലമേഞ്ഞ നല്ലൊരു കടയാണ്, നല്ല ഭംഗിയുള്ള കടയാണ്.
പുറത്ത് തന്നെ ഒരു 3-4 പട്ടിയൊക്കെയുണ്ട്. ഞാൻ പേടിച്ചിട്ടാണ് സൈക്കിൾ എടുത്തത്, കുറച്ച് കയറ്റി നിർത്തി. അവിടെ കുറച്ച് പേര് ഉള്ളിലുണ്ട് ചായ കുടിക്കാൻ. അവരൊക്കെ പുറത്തുനിന്ന് വർക്ക് ചെയ്യണവരെ. അങ്ങനെ ചേട്ടനോട് ഒരു കാപ്പി പറഞ്ഞു. അങ്ങനെ ആളൊരു കാപ്പി, ഉഷാറ് കാപ്പി എനിക്ക് അടിച്ചു തന്നു. ഇതൊക്കെ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരാണ്. അവരൊക്കെ നല്ല ലോങ്ങിൽ നിന്ന് വരുന്നത്. അടിപൊളി കാപ്പി. അങ്ങനെ കാപ്പിയും കുടിച്ചിട്ട് മെല്ലെ സൈക്കിൾ എടുത്ത് ഇറങ്ങി. ഇനി ഞാൻ പോണ വഴിയിൽ കണ്ടൊരു കള്ള് ഷാപ്പ് വരുന്നു കേട്ടോ. എന്ത് രസമാണ്. എൻ്റെ മുന്നിൽ തന്നെ ഒരു ലോണിയുണ്ട്. ഞാൻ ഉള്ളിൽ കയറിയില്ല, പക്ഷെ നല്ല ഭംഗി കണ്ടപ്പോൾ നിർത്തിയിട്ട് ഫോട്ടോ. ഇതൊക്കെ പോകുമ്പോൾ കണ്ട വീടുകളാണ്, കൗതുകം കൊണ്ട് വീഡിയോ എടുത്തതാണ്. ഇത് കണ്ടില്ലേ, മാവിൻ്റെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ കയറിയപ്പോൾ ഫുള്ള് പട്ടി. നേരെ നമ്മൾ അമ്പലത്തേക്ക് എത്തി. നല്ല ഭംഗിയുള്ള അമ്പലമാട്ടാ. കുറേ പടത്തിലും ആൽബത്തിലൊക്കെ വന്ന അമ്പലം അത്. ഇവിടെ ഭയങ്കര തൊട്ടിലും കട്ടിലും വീടൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഈ ഭാഗത്തിൽ കൂടിയാണ് നമ്മൾ കയറുക. പോകുന്ന വഴിയിൽ ഇതേപോലത്തെ കാഴ്ചകൾ നിറയെ ഉണ്ടാവും. എന്തോ മരുന്നോ എന്തോ ആണെന്ന് തോന്നുന്നു. ചാക്കിൽ ഇങ്ങനെ ഇതാക്കി നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓണറാണോ ആരാണെന്ന് അറിയില്ല. ആളിങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നോട് എവിടുന്ന് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ സൈക്കിൾ ഓട്ടി വരുന്നത് തൃശ്ശൂരിൽ നിന്ന്. അപ്പം എങ്ങോട്ടാ, എപ്പോഴാണ് ഇറങ്ങിയേ, അതൊക്കെ ചോദിച്ചറിഞ്ഞു. ഇത് കണ്ടില്ലേ, തൊട്ടടുത്ത് മരുന്നടിക്കുന്നുണ്ട്. കീടനാശിനിയാന്ന് തോന്നുന്നു. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു ഉത്സവം പോലത്തെ എന്തോ ഒരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട്. അവിടേക്ക് പോകാൻ തോന്നുന്നത്. പിന്നെ ഇത് പോകുന്ന വഴിയിൽ കണ്ടതാണ് മരം ചേച്ചിമാർ വരെ മരം സാധനത്തിൻ്റെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പരിശ്രമിച്ചിട്ട് കുറേ പേരുണ്ട്. അത് കയറ്റി കൊടുക്കുന്നു. കാരണം ചേച്ചിമാർ സമ്മതിക്കണ്ട, ആ മുകളിൽ നിന്ന് അവരെ നന്നായിട്ട് വലിക്കാൻ. അതായത് ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ചേച്ചിമാരാണ്, പക്ഷെ അവരെന്ത് ആരോഗ്യത്തോടെ വലിക്കുന്നത്. ഇനി ഒരു മരം ഉണ്ടായിരുന്നു, ഞാനും വീഡിയോ മാത്രമല്ല കേട്ടോ, ഞാനും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ 3-4 മരം. ഞാൻ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആ ചേച്ചിമാർ വലിക്കുന്ന കാരണമാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം അവരെ ഞാൻ സമ്മതിച്ച്. ഇത് കഴിഞ്ഞിട്ട് അവർ മരം മുറിക്കാനൊക്കെ പോയി വണ്ടിയിൽ. ഇവിടെയും കുറച്ച് മീനുകളുണ്ട്, പുഴ മീനുകൾ. ഇത് സ്ഥിരം കാഴ്ച അവിടുത്തെ. പിന്നെ പോകുന്ന വഴിയിൽ ഇതാ കുട്ടികളുടെ ഒരു ഹോക്കി, അതായത് സ്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് രസമായിട്ടെന്നറിയാമോ അവർ. പിന്നെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ചെറിയ 2 കുട്ടികളാണ്, ഒരു 21-22 വയസ്സൊക്കെ ഉള്ള. പക്ഷെ അവരൊക്കെ എന്ത് രസമായിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കും. പിന്നെ രാത്രിയായി തുടങ്ങി. ഞാൻ മെല്ലെ, ഇതാണ് രാത്രിയിലുള്ള കാലാവസ്ഥ. അങ്ങനെ രാത്രിയായി. ഫുഡും കഴിച്ചിട്ട് പമ്പിൽ കുറേ നോക്കി. 2-3 പമ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റേ കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ 2 ചെക്കന്മാർ അടിപൊളിയാണ്. നമ്മൾ പോയി.